അമിതമായി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഓവർതിങ്ക് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് വെറുമൊരു ആശങ്കയല്ല, നമ്മുടെ തലച്ചോറിലെ പ്രവർത്തനത്തിലുണ്ടാകുന്ന ഒരു പിഴവാണത്. മനഃശാസ്ത്രജ്ഞർ ഇതിനെ റൂമിനേഷൻ അഥവാ അയവിറക്കൽ എന്ന് വിളിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന മോശം കാര്യങ്ങളെക്കുറിച്ചോ ആലോചിച്ച് മനസ്സ് ഒരേ ചിന്തയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണിത്. ഇത് അനാലിസിസ് പരാലിസിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. ഒരു ഇമെയിൽ അയക്കുന്നതുപോലെയുള്ള വളരെ ചെറിയ തീരുമാനങ്ങളെപ്പോലും ഒരു വന്യമൃഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതുപോലെയുള്ള വലിയൊരു ജീവൻമരണ പ്രശ്നമായി തലച്ചോറ് കാണുന്നു. ഇതോടെ തലച്ചോറിലെ അമിഗ്ഡല പ്രവർത്തിച്ചു തുടങ്ങുകയും സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിക്കുകയും യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവ് മങ്ങുകയും ചെയ്യുന്നു. അമിതചിന്ത എന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു കലയാണ്. കൂടുതൽ ചിന്തിക്കുക എന്നതല്ല ഇതിനുള്ള പരിഹാരം, മറിച്ച് ആ ചിന്തകളുടെ വലയത്തിൽ നിന്ന് പുറത്തുകടന്ന് പ്രവർത്തിച്ചു തുടങ്ങുക എന്നതാണ്. നിങ്ങളുടെ മനസ്സ് ഒരു കമ്പ്യൂട്ടറിലെ വെബ് ബ്രൗസറാണെന്ന് സങ്കൽപ്പിക്കുക. 300ഓളം ടാബുകൾ ഒരേ സമയം അതിൽ തുറന്നുവച്ചിരിക്കുന്നു എന്ന് കരുതുക. അതാണ് ഓവർ തിങ്കിംഗ്. ഒരു പഴയ ചൊല്ലുണ്ട്, അമിതചിന്ത ഒരു ചാരുകസേര പോലെയാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും നൽകും, നിങ്ങൾ ചലിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ അത് നിങ്ങളെ ഒരിടത്തുമെത്തിക്കില്ല. നമുക്ക് കാര്യങ്ങളുടെ മേൽ ഒരു നിയന്ത്രണം വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു സാഹചര്യത്തെ എല്ലാ കോണുകളിൽ നിന്നും ആലോചിച്ചു നോക്കിയാൽ വേദന ഒഴിവാക്കാം എന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ സത്യത്തിൽ നമ്മൾ കൂടുതൽ വേദന സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിലേക്ക് സഞ്ചരിക്കാനാവില്ല. ജീവിച്ചുകൊണ്ട് മാത്രമേ ഭാവിയിലേക്ക് എത്താൻ കഴിയൂ. അതിനാൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ആ ടാബുകൾ ക്ലോസ് ചെയ്യൂ. നിങ്ങൾ സുരക്ഷിതനാണ്. നിങ്ങളിപ്പോൾ ഓവർതിങ്ക് ചെയ്യുകയാണോ? എങ്കിൽ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. എന്ത് സംഭവിക്കും? ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവർക്ക് എന്നെ വെറുപ്പായിരിക്കും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മിന്നൽ വേഗത്തിൽ മനസ്സിലൂടെ പോകുന്നുണ്ടാകും. നിങ്ങളെ സുരക്ഷിതമായി ഇരുത്താൻ വേണ്ടി നിങ്ങളുടെ തലച്ചോറ് ഭാവിയെ പ്രവചിക്കാൻ ശ്രമിക്കുകയാണിവിടെ. എന്നാൽ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം വലിയ ചിത്രത്തെ കാണാതെ അനാവശ്യമായ ചെറിയ കാര്യങ്ങളിൽ ഉടക്കി നിൽക്കുകയാണ് അത് ചെയ്യുന്നത്. യാഥാർത്ഥ്യം പലപ്പോഴും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും. എന്നാൽ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളാണ് അവിടെ വലിയ ദുരിതമുണ്ടാക്കുന്നത്. ആ ചിന്ത വരുന്നത് ശ്രദ്ധിക്കുക. അതിനെ അമിതചിന്ത എന്ന് പേരിട്ട് വിളിക്കുക. എന്നിട്ട് വർത്തമാനകാലത്തിലേക്ക്, ഈ നിമിഷത്തിലേക്ക് തിരികെ വരിക.